ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ഹരേ കൃഷ്ണ. ഇപ്പോൾ പരിക്രമ എത്തിയിട്ടുള്ളത് ബേൽപുക്കൂർ എന്ന സ്ഥലത്താണ്. ബേൽപുക്കൂരിലെ പഞ്ചവക്ത്ര ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പരിക്രമയിൽ നമ്മളെ നയിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും. ശ്രീലപ്രഭുപാദരുടെയും നിത്തായ് പദകമല എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹമാണ്. നിത്തായ് പദകമല എന്നാണ് ശ്രീലപ്രഭുപാദർ ഈ ഗൗരനിത്തായ് വിഗ്രഹങ്ങൾക്ക് പേര് നൽകിയിട്ടുള്ളത്. ഭഗവാൻ തന്നെയാണ് ഈ പരിക്രമത്തിനെ നയിക്കുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ശ്രീലപ്രഭുപാദരും അതിന് പുറകിലായിട്ട് നിത്തായ് പദകമല ഭഗവാനും നടക്കും. അതിനുശേഷമാണ് എല്ലാ ഭക്തന്മാരും ഭഗവാന്റെ പുറകിലായിട്ട് പരിക്രമയിൽ നടക്കുന്നത്. ഇപ്പോൾ പഞ്ചവക്ത്ര ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു വൃക്ഷം നമ്മൾക്ക് കാണാൻ സാധിക്കും. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മഹാദേവൻ്റെ ഒരു വിഗ്രഹമുണ്ട്. 5 മുഖമുള്ള മഹാദേവനാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചവക്ത്ര ശിവ അല്ലെങ്കിൽ പഞ്ചവക്ത്ര മഹാദേവ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തന്മാരെല്ലാവരും മരത്തിൻ്റെ ചുവട്ടിലുള്ള മഹാദേവനെ ദർശിക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, പണ്ട് കാലത്ത് ഒരു ബ്രാഹ്മണൻ ഇവിടെ ഈ മഹാദേവനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭില്ലപത്രം കൊണ്ട്, അതായത് കൂവളത്തിൻ്റെ, മഹാദേവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂവളത്തിൻ്റെ ഇല കൊണ്ട് മഹാദേവനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസം ആരാധിച്ചതിന് ശേഷം മഹാദേവൻ ആ ബ്രാഹ്മണനിൽ സംപ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് എന്താണ് നിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും വലിയ ആരാധന ചെയ്യാൻ സാധിക്കണം എന്നാണ് മഹാദേവനോട് പറഞ്ഞത്. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഏറ്റവും വലിയ ആരാധന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആരാധനയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആരാധന ചെയ്യാനുള്ള കഴിവുണ്ടാകണം, അതിനു വേണ്ടി അനുഗ്രഹിക്കണം എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ വനത്തിൽ തന്നെ ചതുർകുമാരന്മാരുടെ ദർശനമുണ്ടാകും. ആ ചതുർകുമാരന്മാരാണ് നിൻ്റെ ഗുരുക്കന്മാർ. അവർ നിനക്ക് ഭഗവാന്റെ ആരാധന എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകും എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവൻ അപ്രത്യക്ഷനായി. പിന്നീട് മഹാദേവൻ പ്രവചിച്ചതുപോലെ തന്നെ ആ ബ്രാഹ്മണന് ചതുർകുമാരന്മാരുടെ ദർശനമുണ്ടായി. ആ ചതുർകുമാരന്മാർ ആ ബ്രാഹ്മണന് രാധാകൃഷ്ണ ആരാധനയെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞു കൊടുത്തു. പിന്നീട് ഈ ബ്രാഹ്മണനാണ് നിംബർക്ക ആദിത്യ എന്ന് പറഞ്ഞിട്ടുള്ള പേരായിട്ടുള്ള ഈ ബ്രാഹ്മണനാണ് നിംബർക്ക സമ്പ്രദായത്തിൻ്റെ ആചാര്യനായി തീർന്നത്. അദ്ദേഹം കുമാര സമ്പ്രദായത്തിൻ്റെ ആചാര്യനായിട്ട് അറിയപ്പെടുന്നു. കാരണം അദ്ദേഹത്തിന് രാധാകൃഷ്ണ ആരാധനയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുള്ളത് ചതുർകുമാരന്മാരാണ്. പിന്നീട് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിൽ അവതരിച്ച സമയത്ത് ഈ രാധാകൃഷ്ണ ആരാധന അദ്ദേഹം നിംബർക്ക സമ്പ്രദായത്തിൽ നിന്നും സ്വീകരിക്കുകയുണ്ടായി. അന്ന് നിംബർക്ക ആചാര്യനായിരുന്ന ബ്രാഹ്മണന് ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിംബർക്ക ആചാര്യനാണ് ചൈതന്യ ലീലയിൽ ദിഗ്വിജയ് പണ്ഡിറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾക്ക് ആ ലീല ഒരു നാടകത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ നാടകം ആണ് നമ്മളിപ്പോൾ കാണുന്നത്. കേശവ് ഭട്ട കാശ്മീരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ദിഗ്വിജയ് പണ്ഡിറ്റ് ചൈതന്യ ലീലയിൽ ചൈതന്യ മഹാപ്രഭുവിനെ സംവാദത്തിനായിട്ട് വെല്ലുവിളിക്കുകയും ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ സംവാദത്തിൽ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വലിയൊരു വൃക്ഷവും അതിന് ചുറ്റുമുള്ള പ്രദേശവും. ഹരേ കൃഷ്ണ.